ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് സ്റ്റാൻഡേർഡ് 9th ഹിന്ദി ചാപ്റ്റർ 4 ഇക്കായി 2 ഇക്കായി 2 അഥവാ യൂണിറ്റ് 2 ഖർ എന്ന് പറയുന്ന കഹാനിയാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ലെസൺ, ഈ കഥ കുറെ ലെങ്തി ആയതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ പേജ് നമ്പർ 27 വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ പേജ് നമ്പർ 28, 29, 30 എന്നീ പേജുകൾ ആണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കയ്യിൽ ഇതേപോലെ ഒരു പെൻസിൽ കരുതുക. നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകതയാണ് അത്. ഓരോ വേർഡും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത വേർഡിന്റെ മീനിങ് അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ എഴുതാനായിട്ട് സാധിക്കും. നോക്കാം, പേജ് നമ്പർ 28. ചിപ്കലിനെ ചാരോം ഓർ നസർ ഘുമാക്കർ ദേഖ. അതായത് പേജ് നമ്പർ 27 സുനോ, ഇങ്ങോട്ട് കേൾക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ ചിപ്കലി എന്ത് ചെയ്യും? ചിപ്കലിനെ ചാരോ ഓർ നസർ ഘുമാക്കർ ദേഖ. ചിപ്കലി 4 പാടും കണ്ണോടിച്ചിങ്ങനെ നോക്കും. ഘുമാക്കർ ദേഖ, നസർ ഘുമാക്കർ ദേഖ എന്ന് പറഞ്ഞാൽ കണ്ണോടിച്ചു നോക്കി. ആവാസ് കിധർ സെ ആയി, ശബ്ദം എവിടെ നിന്നാണ് വന്നത്? അരേ ഔർ ഊപ്പർ, ഹലോ ദേ ഇവിടെ മുകളിൽ. ഇധർ കോനേമേ, ഈ കോർണറിൽ. ചിപ്കലിനെ കോനേമേ ദേഖത്തെ ഹുയെ കഹ. ചിപ്കലി ആ കോർണറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, मैं तो सोचती थी नए घर में मैं ही सबसे पहले पहुंच रही हूं, तुम कब पहुंची? ഞാൻ വിചാരിച്ചു ഈ പുതിയ വീട്ടിൽ ആദ്യമായിട്ട് എത്തിച്ചേരുന്ന വ്യക്തി ഞാനാണ്. പക്ഷെ നിങ്ങളെപ്പോ എത്തിച്ചേർന്നു? मैंने कल ही शिफ्ट किया है, മക്കടിനെ കഹ. ഞാൻ ഇന്നലെ തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. മക്കടി പറഞ്ഞു, അഥവാ ചിലന്തി പറഞ്ഞു. तो और कौन कौन है यहाँ? ചിപ്കലിനെ പൂച്ച. ചിപ്കലി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വേറെ ആരൊക്കെയാ ഇവിടെ ഉള്ളത്? അപ്പോ മക്കടി പറഞ്ഞു, 10-15 മഖിയാം, ഒരു 10-15 ഈച്ചകൾ. അവർ സൗക്കെ ആസ്പാസ് മച്ചർ, 100ഓളം കൊതുകുകൾ എന്ന് മക്കടിനെ ബത്തായ, മക്കടി വെളിപ്പെടുത്തി. ഹായ്. ചിപ്കലിനെ മഖി മച്ചറോ കി ഓർ ഹാത്ത് ഹിലാത്തെ ഹുയെ കഹ. ഹായ് ഹായ് എന്ന് ഇവരെ രണ്ടുപേരെയും, മഖിയെയും മച്ചരോ കോഹി ഹാത്ത് ഹിലാത്തെ ഹുയെ കഹ, മഖികളെയും അതേപോലെ തന്നെ ഈച്ചകളെയും കൊതുകുകളെയും കൈവീശി പുള്ളി പറഞ്ഞു, ഹാ ഹും ഹി മഖി മച്ചറോനെ കുച്ച് ഖബരായി സി ഹസി ഹസ്തേ ഹുയെ ജവാബ് ദിയ. ഈച്ചകളും കൊതുകുകളും അവര് ഹാ ഹു എന്നൊക്കെ വെച്ചു. കാരണം അവർ ചിരിച്ചു എങ്കിലും ഒരു ചെറിയ പരിഭ്രമത്തോടു കൂടിയാണ് ചിരിച്ചത്. കാരണം എന്താണ്? പല്ലിയുടെ ആഹാരമാണ് കൊതുകും ഈച്ചയും ഒക്കെ. അവർ വഹീം മുഹാവര ദോഹരായ ജോ ഇൻസാനോ മീം ഖാസ പ്രചലിത് ഹെ. ആളുകളിൽ, ഇൻസാൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ കൂട്ടത്തിൽ വിശേഷിച്ച് പ്രചാരത്തിലുള്ള ഒരു മുഹാവര അവിടെ ഉരുവിട്ടു. ഹം ജഹാം ജാനാ ചാത്തേ ഹെ, ഞങ്ങൾ എവിടെ പോകുന്നുവോ, ഹമാരി ബദ് കിസ്മത്തി ഹംസെ പഹലെ വഹാം പഹുഞ്ച് ജാത്തി, ഞങ്ങളുടെ ദുർശകുനം അവിടെ ഞങ്ങളെക്കാൾ മുമ്പ് എത്തിയിരിക്കും. ചിപ്കലിനെ ജാനെ കൈസെ സുല്ലിയ, മച്ചറോ കോ സുനാത്തെ ഹുയെ മക്കടി സെ കഹനെ ലഗി. ചിപ്കലിനെ ജാനെ കൈസെ സുല്ലിയ, എങ്ങനെയാണ് പറഞ്ഞു കേൾപ്പിച്ചത്? അതായത് പറഞ്ഞു കേൾപ്പിക്കുന്നത് പോലെ ഈ കൊതുകുകളെയും ഈച്ചകളും അറിയത്തക്ക രീതിയിൽ, കേൾക്കത്തക്ക രീതിയിൽ മക്കടിയോട് പറഞ്ഞു. കുച്ചു ലോക ഖുദുക്കോ ലോകം ക ഖൂൻ ഹി പിയേം. കുറച്ചാളുകൾ തനിയെ ജനങ്ങളുടെ രക്തം കുടിക്കും. അവർ ദൂസരം സെ ചാഹേ കി വേ ശാക്കാഹാരി രഹേം. മറ്റുള്ളവരുടെ മുൻപിൽ അവർ ഒരു സസ്യഭുക്കായി ചമയും. വാഹിരെ ജമാനെ, കാലഘട്ടത്തിന്റെ ഒരു പോക്ക്. ചിപ്കലി പറഞ്ഞു, നയേ മകാൻ കി നയേ സഫേദ് ഛക്ക് ദീവാർ മേ പുതായി കി പപ്പടി മേ से सिर निकालते हुए काली चींटी ने कहा,
ആ പുതിയ വീടിന്റെ പുതിയ വെളുത്ത നിറത്തിലുള്ള ആ വൈറ്റ് വാഷ്, ആ തിളക്കമുള്ള വൈറ്റ് വാഷിന്റെ അടുത്തായിട്ട് ഒരു പപ്പടി ഉണ്ടായിരുന്നു. പപ്പടി എന്ന് പറഞ്ഞാൽ ഒരല്പം സിമെന്റ് ഇളകിപ്പോയിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു കറുത്ത ഉറുമ്പ് ഇങ്ങനെ തല പുറത്തേക്കിട്ടിട്ട് പറഞ്ഞു, ആപ് ലോഗ് ഇത്തനി തേജ് ആവാസ് മേ ബാത് കർ രഹേ ഹോ കി മേരെ ബച്ചെ സോനെ കെ ബജായ് കർവട്ട് ബദൽ രഹേ. നിങ്ങൾ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നത് കൊണ്ട് എന്റെ കുട്ടികൾ അവരെന്ത് ചെയ്യുന്നു? കർവട്ടേം ബദൽ രഹേ, അവൻ തിരികെ മറിയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ മാഫ് കർന. छिपकली ने मकड़ी की तरफ सवालिया आंखों से देखती हुई कहा. ചിപ്കലി ഒരു ചോദ്യം എന്ന രൂപത്തിൽ മക്കടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പതാനഹി കപ്സെ രഹിഹേ, അറിയില്ല ഇരുന്നു എപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന്. മെയിം ബി പഹലെ ബാർ ഹി ദേഖ് രഹിഹും മക്കടിയെ ഫുസ്ഫുസാത്തെ ഹുയെ കഹ. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് എന്ന് മക്കടിയും പറഞ്ഞു. चाय तैयार है और मैं पड़ोसी होने के नाते पहली मुलाकात के मौके पर आप दोनों को एक साथ बुला रही हूं. चाय തയ്യാറായിട്ടുണ്ട്. मैं पड़ोसी होने के नाते അയൽവക്ക ബന്ധം വെച്ചുകൊണ്ട് പഹലി മുലാഖാത്ത് കെ മൗക്കെ പർ, ആദ്യത്തെ കൂടിക്കാഴ്ച സമയത്ത് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ചായ തയ്യാറാക്കിയിട്ടുണ്ട്. തതയ്യ ബോലി. തതയ്യ ബോലി. തതയ്യ ഉടനെ തന്നെ തതയ്യ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള ചായ തയ്യാറാക്കി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരാണ് തതയ്യ? തതയ്യ എന്ന് പറയുന്നത് കടന്നലിനെയാണ്. ഉടനെ തന്നെ കടന്നൽ പറഞ്ഞു, നിങ്ങൾക്കുള്ള ചായ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരണം. मकड़ी और छिपकली को खिड़की के पर्दे के पीछे ततैया के यहाँ आकर अच्छा ही लगा. മക്കടിയും ചിപ്പക്കലിയും ആ ജനലിന്റെ കർട്ടന്റെ പുറകിൽ നിന്ന തതയ്യയുടെ അടുത്തേക്ക് വന്നിട്ട് എന്നിട്ട് അവർ പറഞ്ഞു, യഹാം ആക്കർ അച്ചാ ഹി ലഗ, ഇവിടെ വന്നത് നന്നായി. അവർ കൊൻ കൊൻ ഹി യഹാം, ചിപ്പക്കലി ബോലി, വേറെ ആരൊക്കെയാ ഇവിടെ ഉള്ളത്? സ്യാദാദർ സേ തും മിൽഹി ചുഗി ഹോ, ഒട്ടുമുക്കാൽ ആളുകളെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് അലാവ ഏക്ക് തോ ചൂഹാ ഹെ, ഇതെല്ലാം കൂടാതെ പിന്നെ ഒരു എലിയാണുള്ളത്. ലേക്കിൻ വോ പൂരെ സമയം നഹി രഹ്താ, പക്ഷെ ആ പുള്ളി കംപ്ലീറ്റ് സമയവും ഇവിടെ ഇല്ല. ആത്താ ജാത്താ രഹ്താ ഹെ, വരികയും പോവുകയും ചെയ്യുന്നു. കഭി കഭി ഏക്ക് ദോ യാ തീൻ ദിൻ കെ ലിയെ ഗായബ് ഹോ ജാത്താ ഹെ. ഗായബ് ഹോ ജാന അപ്രത്യക്ഷമാകുക. ചിലപ്പോഴെല്ലാം കരീബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെല്ലാം 2, 3, 4 ദിവസത്തേക്ക് അവൻ അപ്രത്യക്ഷനായിരിക്കും. ക്യാ കാം കർത്താ ഹെ വഹ്, അവൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? സുനാഹെ പത്രകാർ ഹെ, കേൾക്കുന്നത് അവൻ ഒരു പത്രപ്രവർത്തകനാണെന്നാണ്. തബി, അപ്പോൾ ഉസ്കെ അലാവ കൊയ് അവർ, അതുകൂടാതെ വേറെ ആരെങ്കിലും? നഹി, അവർ കൊയ് ഭി നഹി ഹെ. ചിടിയാം ഭി ആത്തി ഹെ വൈസെ ദിൻ മേ, ലേക്കിൻ ഷാം കോ ചലി ജാത്തി ഹെ. പകല് പക്ഷികൾ വരുന്നുണ്ട്, അവർ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്ന് പോകും. ഏക്ക് ഗിൽഹരി ഹെ, ഒരു അണ്ണാനുണ്ട്. ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാൻ, സ്കുറൽ. ഓ ബാഹർ രഹത്തി ഹെ, അവൻ വെളിയിലാണ് താമസിക്കുന്നത്. അന്തർ രഹിനെ വാലെ കേവൽ ഹം ഹി ഹെ, ഉള്ളിൽ താമസിക്കുന്നത് ഞങ്ങൾ മാത്രമാണ്. അവർ ശ്രീമാൻ ഫർഹാദ്, അപ്പോ ഫർഹാദോ? ചിപ്കലിനെ തതയ്യ और മക്കടി दोनों की ओर देखते हुए पूछा. അപ്പോൾ ശ്രീമാൻ അകത്ത് താമസിക്കുന്ന ഞങ്ങൾ ഇത്രയും പേരാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഫർഹാദ് എവിടെയാ താമസിക്കുന്നത്? ചിപ്കലി തതയ്യയോടും മക്കടിയോടും ചോദിച്ചു. തതയ്യ എന്ന് പറഞ്ഞാൽ കടന്നൽ, കടന്നലിനോടും അതുപോലെ ചിലന്തിയോടും ചോദിച്ചു. ക്യാ തും ഉൻകി ബാത് കർ രഹി ഹോ, നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ടോ? जो शरीर पर से एक तरह से कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं. പുള്ളി വരുന്ന സമയത്ത് ഒരു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറിയിട്ട് ഉദാർക്കർ കപ്പടെ ഉദാർക്കർ ദൂസരി തരക്ക് കപ്പടെ പഹൻത്തെ, വേറെ തരത്തിലുള്ള വസ്ത്രം എടുത്ത് ധരിക്കുകയല്ലേ ചെയ്യുന്നത്. पर वो तो केवल रात में रहने के लिए यहाँ आते हैं. പുള്ളി രാത്രിയിൽ ഇവിടെ തങ്ങാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. उसमें 20 ज्यादातर समय सोए रहते हैं.
അതിൽ കൂടുതൽ സമയം ഉറക്കമാണ്. थोड़ी देर के लिए जागते हैं तो किताब उड़ाकर पढ़ने लग जाता है. ഉറക്കമിളച്ചിരിക്കുന്ന സമയത്ത് പുള്ളി പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങും. സച്ച് പൂछो तो वे बहुत थोड़ी सी जगह लेते हैं. സത്യം പറഞ്ഞാൽ പുള്ളി വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇസ് മകാൻ മേ, ഈ വീട്ടിൽ പുള്ളി ആകെ ഉപയോഗിക്കുന്നത് കുറച്ച് സ്ഥലം മാത്രമാണ്. हमारी तरह दीवारों खिड़कियों या छत से उनका खास लेना देना नहीं है, തത്തയ്യ ने कहा. ഇപ്പോൾ തത്തയ്യ പറഞ്ഞു, കടന്നൽ പറഞ്ഞു, നമ്മളെപ്പോലെ ഭിത്തികളിലും ജനലുകളിലും മേൽക്കൂരകളിലും ഒക്കെ പ്രത്യേക രീതിയിലുള്ള ഒരു നോട്ടവും വരവും പോക്കും ഒന്നും പുള്ളിക്കാരനില്ല. ഖാസ് കിയ, ഖാസ് ലേന ദേന നഹി എന്ന് പറഞ്ഞുകൊണ്ട്, ഖാസ് കിയ എന്ന് പറഞ്ഞാൽ വിശേഷിച്ചത്, ഉൻകാത്തോ കുച്ച് ഭി ലേന ദേന നഹിയേ, അതെ അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാനും വാങ്ങിക്കാനും ഒന്നും ഇല്ല എന്നാണോ പറയുന്നത്? ഉൻകോ ലേന ദേന നഹീം, ലേന ദേന നഹീം, കൊടുക്കൽ വാങ്ങൽ ഒന്നുമില്ല. അഥവാ മറ്റൊരു തരത്തിൽ ലേന ദേന നഹീം എന്ന് പറഞ്ഞാൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ലേ എന്നാണ്. ഇവരുമായിട്ടൊന്നും പുള്ളിക്ക് വേറെ ഒരു ബന്ധവും ഇല്ല. മക്കടിക്കോ ബഹുത്ത് കം സമയമേ ഹി യഹ് ബാത്ത് സമझ ആ ഗയി थी. മക്കടിക്ക് വളരെ പതുക്കെയാണ് ഈ കാര്യം മനസ്സിലായത്. इसलिए जोर देखकर बोली, അതുകൊണ്ട് മക്കടി ഉറക്കെ പറഞ്ഞു, चाय के बाद अपने अपने ठिकानों की ओर रुख करने से पहले मकड़ी, छिपकली और ततैया ने एक दूसरे को अपने अपने पदे लगाए. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം എല്ലാവരും അവരവരുടെ ഠിക്കാനോമേ, ഠിക്കാന എന്ന് പറഞ്ഞ താവളം, അവരവരുടെ സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മക്കടിയും ചിപ്കലിയും തതയ്യയും പരസ്പരം അവരവരുടെ അഡ്രസ് പറഞ്ഞു, അവരവരുടെ മേൽവിലാസങ്ങൾ പറഞ്ഞു. രാത്രി ശ്രീമാൻ ഫർഹാദായി, രാത്രി വളരെ വൈകി ശ്രീമാൻ ഫർഹാദ് എത്തി. उन्होंने 2 कमरे, किचन और बरामदे वाले अपने नए मकान में, അദ്ദേഹം 2 മുറികളും ഒരു കിച്ചണും ഒരു വരാന്തയും ഉള്ള ആ പുതിയ കെട്ടിടത്തിൽ ഹർ ജഗഹ് കി ലൈറ്റ്, ഓരോ സ്ഥലത്തെയും ലൈറ്റ് എന്ത് ചെയ്തു? ജലായി ഓൺ ചെയ്തു. ഖാന ബനാക്കർ ഖായ, ഭക്ഷണം തയ്യാറാക്കി കഴിച്ചു. പാനി പിയ, വെള്ളം കുടിച്ചു. മച്ചർദാരി ലഗായി, അതിനുശേഷം കൊതുകുവലയിട്ടു. ലൈറ്റേം ബുച്ചാക്കർ സോഗെ, ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങി. സോത്തെ ഹി ഉനേം സപ്പനെ ആന ശുരു ഹോ ജാതാ ഹെ, ഉറക്കത്തിനിടയിൽ പുള്ളി സ്വപ്നം കണ്ടു തുടങ്ങി. ഉൻകെ സപ്പനെ മേ ചൽ രഹാ താ കി, അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, पुरानी बुखारी में रखी पुरानी मटकी के पास उनके सपने में चल रहा था कि അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം കണ്ടത്. ബുഖാരി മേ രഖി എന്ന് പറഞ്ഞാൽ നെരിപ്പോടിൽ വെച്ചിരുന്ന പഴയ മട്കി കെ പാസ്, നെരിപ്പോടായിട്ട് ഉപയോഗിച്ചിരുന്ന പഴയ ഒരു മൺപാത്രത്തിന്റെ അടുത്ത് ചിപ്കലിനെ അണ്ടേ ദിയേ ഹെ, ചിപ്കലി മുട്ടയിട്ട് വെച്ചിരിക്കുന്നു. കമരോ കെ പീച്ചെ ഗ്യാലറി കെ കോനേമേ, മുറിയുടെ പിറകിലെ ഗാലറിയുടെ കോർണറിലായിട്ട് മക്കടിനെ ബഹുത്ത് ബഡ ജാല തയ്യാർ കർ ലിയാ ഹെ, മക്കടി വളരെ വലിയ ഒരു വല നെയ്തിരിക്കുന്നു. ജിസ്മേ കുച്ച് മഖിയാം സുഖായി ഹുയി ഹെ, അതിൽ കുറച്ച് ഈച്ചകൾ പെട്ടുപോയിട്ടുണ്ട്. ഫർഹാദ് ഉസ് ജാലെ ക ഫോട്ടോ ക്ലിക്ക് കർ രഹേ ഹെ, ആ വലയുടെ, ആ ചിലന്തി വലയുടെ ഫോട്ടോ പുള്ളി ക്ലിക്ക് ചെയ്തു. വേ ബഹുത്ത് ഖുശിയേക്ക് നയേ ഘർ മേ ഉൻക പരിവാർ ബഡ് രഹാ ഹെ, അദ്ദേഹം വളരെ സന്തുഷ്ടനാണ്. തന്റെ പുതിയ വീട്ടിൽ എല്ലാ കുടുംബ അംഗങ്ങളും വളരെ നല്ല രീതിയിൽ ജീവിച്ചു വരുന്നു. അവർ സഭി ഖുശി,
എല്ലാവരും സന്തുഷ്ടരുമാണ്. വേ സപന ദേഖ്തെ ദേഖ്തെ ഹി ജാഗ് ജാത്തെ ഹെ, സ്വപ്നം കണ്ട് കണ്ട് പുള്ളി ഉണരുന്നു. സുബഹ് ജാഗെ, രാവിലെ എഴുന്നേറ്റു. പളങ്കെ നീച്ചെ രഖി ചപ്പലവും പയർ ദിയേക്കു, കട്ടിലിന്റെ താഴെ വെച്ചിരുന്ന ചെരുപ്പിലേക്ക് കാലെടുത്ത് വെച്ചതും ഉനെ ഗുദ്ഗുദി ഹുയി, അദ്ദേഹത്തിന് ഒരു ഇക്കിളി ഉണ്ടായി. ഉन्होंने देखा कि 3 नन्ही मेंढियां चप्पल पर एक दूसरे से सटी बैठी है. 3 ചെറിയ ചെറിയ തവളകൾ ഒന്നിനു പുറത്തൊന്നായിട്ട് കയറിയിരിക്കുക ചെരുപ്പിന്റെ മുകളിൽ. उन्होंने चप्पल को आहिस्ते से उठाया, അദ്ദേഹം ആ ചെരുപ്പ് വളരെ പതുക്കെ ഉയർത്തി. तीनों मेंढकों को दूसरे हाथ की हथेली पर रख लिए, 3 मेंढകിനെയും മറ്റേ കൈവളയിലേക്ക് പുള്ളി വെച്ചു. उनकी हथेली पर वे किसी 3 पंखुड़ियों वाले हरे फूल की तरह लग रही थी. അദ്ദേഹത്തിന്റെ കൈവെള്ളയിൽ 3 ഇതളുള്ള ഒരു പൂവ് ഇരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. വേ കുച്ച് ദേർ ഉനേം ഹഥേലി പർ ലിയേ ബാഹർ ഹവാമീം ടഹൽനെ ലഗി. അദ്ദേഹം കുറച്ചു നേരം കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ നോക്കിയതിന് ശേഷം അതിനെ പുറത്തേക്ക് കൊണ്ടുപോയി പുറത്ത് അവർക്ക് ഉലാത്താൻ വേണ്ടി അവരെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. വേ തബ് തക് ടഹൽത്തെ രഹെ ജബ് തക് കി വേ തീനോം ഏക് കർ കൂത് നഗി. അവര് 3 പേർക്കും ഒരേപോലെ ചാടാൻ പറ്റുന്ന അത്രയും സമയം വരെ അവരവിടെ കിടന്നു. ജബ് വേ ഘർ മേ ഖേൽനെ ലഗി വേ ആയിനെ കെ സാമനെ ഖടേ ഹോക്കർ മുസ്കുരാനെ ലഗി. അവര് ആ വീടിന്റെ പുറത്ത് കളിക്കാൻ തുടങ്ങിയപ്പോൾ മിസ്റ്റർ ഫർഹാദ് കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി. തബി ഉനേം ആയിനെ മേ ചിപ്കലി ദേഖി. അപ്പൊ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് ആദ്യമായിട്ട് ചിപ്കലിയെ ആയിട്ട് കണ്ടുമുട്ടുന്നത്, പല്ലിയെ കാണുന്നത്. നേ ഘർമേം ഉൻ ദോനോം കി യഹ് പഹ്ലി മുലാഖാത്ത് ഥി. ആ പുതിയ വീട്ടിൽ ഇവർ 2 പേരുടെയും കൂടിയുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. അപ്പൊ ഇതാണ് ശ്രീമാൻ ഫർഹാദിന്റെ പുതിയ വീട്ടിൽ ഉള്ള വിശേഷങ്ങൾ. ഈ കഥ ഖർ എന്ന് പറയുന്ന ഈ കഥ എഴുതിയത് പ്രഭാത് എന്ന് പറയുന്ന കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ ഈ ഖർ എന്ന് പറയുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള കഥ നമ്മൾ 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഈ ലെസൺ, ഈ പാർട്ട് സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.